ഇറങ്ങി ലഗിൻ കഴിച്ച് ഞങ്ങളത് വീണ്ടും അടുത്ത ലൊക്കേഷൻ ഇത് ഗുണ കേവാണ്. ഗുണ കേവിലോട്ടാണ് പോകുന്നത്. മുന്നേ വരുമ്പോൾ നമ്മൾ ഒരുപാട് ചുറ്റിയിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഫുള്ളി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒറ്റ സ്ട്രെച്ചിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ലൊക്കേഷൻസ് ഫുള്ള് കവർ ചെയ്ത് പോകാൻ പറ്റും. വൺ വേ പോലെയാണ്. അപ്പോൾ ഇതുവഴി കയറി കഴിഞ്ഞാൽ തിരിച്ച് പോകാൻ പറ്റില്ല, ഇതുവഴി തന്നെ പോകണം. ഇതുവഴി ഫുള്ള് കവർ ചെയ്ത് തിരിച്ച് അടുത്ത വഴി പോയി ഇറങ്ങാം. നല്ല രീതിക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ആക്ച്വലി. അതല്ലെങ്കിൽ നമ്മൾ തന്നെ വഴി അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി നടക്കും. പിന്നെ പാർക്കിംഗ് നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ്. മഞ്ഞമ്മൽ ബോയ്സ് ഇറങ്ങിയ ശേഷം ഗുണ കേവ് ഭയങ്കര ഫേമസ് ആണ്. ഫേമസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമ്മൾ വരുന്ന സമയത്തും ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പക്ഷേ നോർമലി ഞാൻ കോളേജിലൊക്കെ വരുന്ന സമയത്ത് കണ്ടത്ര തിരക്കൊന്നുമില്ല. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് അത്യാവശ്യം. അങ്ങനെ ഞങ്ങൾ അവസാനം അവിടെ നമ്മൾ ഗുണ കേവിലെത്തിയിരിക്കുന്നു. സുഭാഷിനെ അന്വേഷിക്കുന്നു. സുഭാഷേ സത്യം പറഞ്ഞാൽ ഗുണ കേവിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഡെവിൾസ് കിച്ചൺ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ആ സിനിമയൊക്കെ ഇറങ്ങിയ ശേഷം അത്യാവശ്യം കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കുട്ടികളും സാധാരണ സ്കൂൾ പിള്ളേരൊക്കെയാണ് അധികം വന്നുകൊണ്ടിരുന്നത്. ഇതാണ് ഗുണ കേവിൻ്റെ മുകളിലത്തെ ഭാഗം. ഇനി നമ്മൾ അവിടെ നോക്കുമ്പോൾ ഒരു വലിയ മലയാണ്. അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഫുള്ള് മഞ്ഞായിരുന്നു. ക്ലൈമറ്റ് നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നോക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ആംബിയൻസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അവിടുന്ന് ആ സൈഡിലോട്ട് നോക്കുമ്പം കാണുന്നത് ഫുള്ള് ഇത്ര പൊക്കത്തിലാണ്. വലിയ കൊക്കയാണത്. ആ സൈഡിലൊക്കെ വലിയ മലയുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. നല്ല മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് അധികം കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം വന്നിട്ട് ഗുണ കേവിൻ്റെ ഇതാണ് ഗുണ കേവിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ. ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനില്ല. പിന്നെ അതുപോലെ നമ്മൾ ഗുണ കേവിനകത്ത് തന്നെ ചെറിയൊരു ഭാഗങ്ങളുണ്ട്. കുറച്ച് ആഴത്തിൽ തോന്നിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ. അവിടെ ഇങ്ങനെ ഇതുപോലെ ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട്. അത്രയും കാണാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അകത്തിറങ്ങി കാണാനുള്ള പെർമിഷൻ നമുക്കില്ല. അങ്ങനെ ഗുണ കേവും കണ്ടു കഴിഞ്ഞു. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ ഒരുപാടുണ്ട് നടക്കാൻ. ഇനി ഇവിടുന്ന് അടുത്ത ലൊക്കേഷൻ അടുത്തത് മിക്കവാറും ഡോൾഫിൻ നോസ്. അവിടെ ഒരുപാട് നടക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് മേൽപ്പാടി.